ഹലോ. അപ്പോൾ 10th റിസൾട്ട് വന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് 12th റിസൾട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? എന്തായിരിക്കും റിസൾട്ട്? ഫുൾ എ പ്ലസ് ഉണ്ടാവുമോ, പാസ്സാവോ, ഫെയിലാവോ, എത്ര എ പ്ലസ് ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പോൾ റിസൾട്ട് എന്ത് തന്നെ ആയാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ ഒരു എൻഡ് പോയിന്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ഫുൾ എ പ്ലസ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇൻ കേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതാണ് ലൈഫിലെ ഒരു എൻഡ് പോയിന്റ് എന്ന് വിചാരിച്ചിട്ട് അതിൽ ഭയങ്കര ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ ഇനിയും അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇൻ കേസ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു എൻഡ് പോയിന്റ് അല്ല ലൈഫിൻ്റെ. അപ്പോൾ കുറേ പേരുണ്ട് നമുക്ക് 10th-ലും 12th-ലും ഒക്കെ ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഒരു ഡിഗ്രി ഒക്കെ എത്തുമ്പോഴത്തേക്കും അവർ വല്ലാണ്ട് എക്സൽ ചെയ്ത് ഈവൻ റാങ്ക് ഹോൾഡേഴ്സ് വരെ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് പാരൻസിൻ്റെ അടുത്താണ്. ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇപ്പം ചേച്ചിക്ക് ഇതിനേക്കാളും മാർക്ക് ഉണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ അതൊന്നും മാർക്കില്ലാത്ത, അല്ലെങ്കിൽ 2 A+ എവിടെ പോയി, ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് A+ ഉണ്ടല്ലോ, 2 A+ എന്തായി എന്നൊക്കെയുള്ള തരത്തിലുള്ള കമ്പാരിസൺസും അല്ലെങ്കിൽ ആ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. ഇൻ കേസ് ഫെയിലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് ഇമോഷണലി തളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അവർ ഓൾറെഡി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കൂടെയുള്ളവരൊക്കെ പാസ്സായി പോയി, ഞാൻ മാത്രം ഒന്നും ആയില്ല എന്നൊക്കെ ഉള്ള ഓൾറെഡി ഒരു ഗിൽട്ട് ഫീൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. അവർ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ കൂടുതൽ ഹേർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ പറയാനുള്ളത് നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് ഇവരുടെ അടുത്തൊക്കെയാണ്. ദയവ് ഇത് ഓടി ചെന്ന് എത്രയും മാർക്ക്, ഇത് കിട്ടിയില്ല അല്ലേ, അയ്യോ ഫുൾ A+ പോയല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് കഴിയുന്നതൊന്നും ഒഴിവാക്കുക. ഫുൾ A+ മാത്രമല്ല ഒരു കുട്ടിയുടെ ലൈഫ് ഇരിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള കമ്പാരിസൺസൊക്കെ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കമൻറ്റ് അവിടെ പോയി പറയുന്നത് കാരണം അത് ആ കുട്ടീനെ എത്ര ഡീപ്ലി ഹേർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒന്ന് മുന്നേ കൂട്ടി ആലോചിച്ചിട്ട് അവിടെ പോയി പറയുക. ബാക്കി എല്ലാവരും ഈ ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികളെ ഫ്ലെക്സൊക്കെ അടിച്ച് ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുറേ പേരുണ്ട്. ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്തവരുണ്ടാവാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിലായി പോയവരുണ്ടാവാം. അപ്പോൾ അവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പാസ്സായാലും ഫെയിലായാലും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എഗെയിൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എൻഡ് പോയിന്റ് അല്ല, ഒരു പക്ഷേ വലിയൊരു സക്സസ്സിന് മുന്നേ ഉള്ള ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആവും, സെക്യൂർ ആവും എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. എന്തായാലും വരാനിരിക്കുന്ന റിസൾട്ടിന് ഓൾ ദ വെരി ബെസ്റ്റ്.